അങ്ങനെ ജഗന്റെ കല്യാണ ദിവസം വന്നെത്തി. പാർവതി വിളിച്ചുണർത്തിയപ്പോഴാണ് മിതു ഉണർന്നത്. സമയം അപ്പോഴേക്കും 6:30 അടുത്തിരുന്നു. ബന്ധുക്കൾ ആരും പോയിരുന്നില്ല. അവരൊക്കെ ഇനി വിവാഹവും അതിനു പിറ്റേന്നുള്ള ഫംഗ്ഷനും കഴിഞ്ഞിട്ടേ പോകൂ. പാർവതി ഒരൊറ്റത്തു നിന്ന് ഓരോരുത്തരെയായി ഉണർത്തി തുടങ്ങി. മിതു കോട്ടുവായൊക്കെ ഇട്ടുകൊണ്ട് ഫ്രഷ് ആവാനായി മുകളിലേക്ക് കയറിപ്പോയി. എന്നാൽ മിതുവിന്റെ കണ്ണുകൾ അവിടെ ആകമാനം ജാനിയെ തിരഞ്ഞു. അവളെ റൂമിൽ കാണാതായതോടെ മിതു കരുതി അവൾ രാവിലെ എഴുന്നേറ്റ് ഫ്രഷാകാൻ പോയിട്ടുണ്ടാകുമെന്ന്. എന്നാൽ ബാത്റൂമിന്റെ ഡോറിൽ കുറേ നേരം തട്ടിയിട്ടും ജാനിയുടെ അനക്കമൊന്നും കേൾക്കാതായതോടെ മിതു ജാനി അന്വേഷിച്ച് പുറത്തേക്കിറങ്ങി. അതേ സമയം തന്നെ പാർവതി മിതുവിനോട് ചോദിക്കുന്നുണ്ട്, ഏട്ടൻ എഴുന്നേറ്റില്ലേ? മിതു നോക്കുമ്പോ ഏട്ടന്റെ റൂമിന്റെ വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. എഴുന്നേറ്റില്ലെന്ന് തോന്നമ്മേ. ഇത്രയും നേരമായിട്ടും ഈ ചെക്കൻ എഴുന്നേറ്റില്ലേ? പാർവതി അതും പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറാൻ തുടങ്ങിയ നേരം മിതു പറഞ്ഞു, എന്താമ്മേ, ഏട്ടന് ക്ഷീണം കാണില്ലേ? ഇന്നലത്തെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞപ്പോ എത്ര താമസിച്ചാ ഏട്ടൻ വന്ന് കിടന്നത്. കുറച്ചു നേരം കൂടി കിടക്കട്ടെ, എന്നിട്ട് വിളിക്കാം. എന്തായാലും ഏട്ടനെ റെഡിയാകാൻ അത്രയും സമയമൊന്നും വേണ്ടല്ലോ. മാത്രമല്ല, കല്യാണത്തിന്റെ മുഹൂർത്തം 9:30-നാണ്. ചിന്തിച്ചപ്പോ പാർവതിക്കും തോന്നി അതാണ് ശരിയെന്ന്. ഇന്നലെ ജഗൻ വല്ലാതെ ടയേർഡായിരുന്നു. ഇനിയിപ്പോ കല്യാണ തിരക്കുകളും ഫോട്ടോ എടുപ്പും എല്ലാം കൂടി ആവുമ്പോൾ കൂടുതൽ തിരക്കാകും. അവൻ കൂടുതൽ ടയേർഡാകും. അതുകൊണ്ട് അവൻ കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ എന്ന് തന്നെ അവർ കരുതി. എന്നാൽ ജാനി ഇത് എവിടെ പോയി? മിതു മനസ്സിൽ ആലോചിച്ചുകൊണ്ട് താഴേക്ക് നടന്നു തുടങ്ങി. പാർവതി ആ സമയത്ത് അവളെ പിന്നിൽ നിന്ന് വിളിച്ചു, അമ്മേ, ജാനിയെ കണ്ടോ? അതെന്താ, ഇന്നലെ അവൾ നിങ്ങൾക്കൊപ്പം ഇല്ലായിരുന്നോ? പാർവതി ചോദിച്ചു. ഇന്നലെ അവൾ ഭയങ്കര ടയേർഡായി. അപ്പൊ കിടക്കാൻ പോവാണെന്ന് എന്നോട് പറഞ്ഞു. നേരത്തെ കിടക്കാൻ പോയി. ഞാൻ മൈലാഞ്ചിയിടാൻ ഈ കുട്ടികളുടെ കൂടെ താഴെ ഇരുന്ന് അവിടെ കിടന്നുറങ്ങിപ്പോയി. ഞാനിന്ന് രാവിലെ ആ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ജാനിയെ കാണുന്നില്ല. ആ കുട്ടി അവിടെ എവിടെയെങ്കിലും കാണും. ആ കുളത്തിന്റെ അവിടെയോ മറ്റോ. നീ അവിടെ പോയി അന്വേഷിക്ക്. ചിലപ്പോൾ നടക്കാനിറങ്ങിയതാകും. ഏയ്, അവൾ എന്നോട് പറയാതെ എവിടേക്കും പോവില്ല, മിതു സ്വയം പറഞ്ഞു. പാർവതി അപ്പോഴേക്കും താഴേക്ക് പോയിരുന്നു. മിതു പതിയെ ജാനിയെ അന്വേഷിച്ച് കുളപ്പടവിലേക്ക് പോയി. പറമ്പുവഴിയെല്ലാം നടന്നു. പക്ഷെ എവിടെയും ജാനിയെ കണ്ടെത്താൻ അവൾക്ക് കഴിഞ്ഞില്ല. മിതുവിന് ചെറുതായി ഭയം തോന്നി. മാണിക്യമംഗലത്ത് ഒരു പ്രാവശ്യം ജാനി വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇവിടുത്തെ എല്ലാ വഴികളൊന്നും അവൾക്കത്ര നിശ്ചയമില്ല. അതുകൊണ്ട് ഉറപ്പാണ് അവൾ ഒറ്റയ്ക്ക് എവിടേക്കും പോവില്ലെന്ന്. പിന്നെ ജാനി എവിടെ പോയിട്ടുണ്ടാകും? മിതു ഒരാശങ്കയോടെ ഓർത്തു. ഇനി ചിലപ്പോ അവൾ റൂമിലേക്ക് തിരികെ വന്നിട്ടുണ്ടാകുമോ? പെട്ടെന്ന് മിതു മുറിയിലേക്ക് പോയി. പക്ഷെ മുറിയിലെങ്ങും ജാനിയെ കണ്ടില്ല. മിതുവിന് വല്ലാത്ത പരിഭ്രമം തോന്നി. അശുഭകരമായി എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ അവളുടെ മനസ്സ് വേദനിച്ചു. ഹൃദയം അകാരണമായി മിടിച്ചു. മിതുവിന്റെ വലങ്കൈ അറിയാതെ അവളുടെ ഹൃദയഭാഗത്ത് തൊട്ടു. മിതു മുകളിലെ മുറിയിലേക്ക് പോകുന്നത് കണ്ട് പാർവതി പടികൾ പകുതി കയറി നിന്നുകൊണ്ടാണ് അവളെ വിളിച്ചത്. മിതു, നീ മുകളിലേക്കല്ലേ പോകുന്നത്? ജഗനെ കൂടി വിളിച്ചേക്ക്. ഇത്രയും നേരമായിട്ടും ആ ചെക്കൻ ഉണർന്നിട്ടില്ല. ഇതെന്താണാവോ ഇങ്ങനെ? സാധാരണ എന്നും നേരത്തെ ഉറങ്ങി എഴുന്നേൽക്കുന്നവനാ. ഇന്നിപ്പോ വല്ലാത്തൊരു ഉറക്കം. പാർവതി അതും പറഞ്ഞുകൊണ്ട് മറ്റെന്തൊക്കെയോ തിരക്കുകളിലേക്ക് പോയി. മിതു മുകളിലേക്ക് ചെന്ന് ജഗന്റെ റൂമിൽ തട്ടി. ഒരുപാട് പ്രാവശ്യം തട്ടി വിളിച്ചിട്ടും വാതിൽ തുറക്കാതായതോടെ അവൾക്ക് വല്ലാത്തൊരു വെപ്രാളം തോന്നി. വാതിൽ തട്ടുന്നതോടൊപ്പം മിതു ജഗനെ ഉറക്ക വിളിച്ചു. അവളുടെ ശബ്ദം വല്ലാതെ ഉയർന്നു. അവളുടെ ആ വിളി കേട്ടുകൊണ്ട് ബന്ധുക്കൾ 1-2 പേർ അവിടേക്ക് വന്നു. എന്തു പറ്റുമോളെ? മിതു അപ്പോഴേക്കും കരച്ചിലിന്റെ വക്കിലെത്തി. ഏട്ടൻ ഏട്ടൻ വിളിച്ചിട്ട് ഡോർ തുറക്കുന്നില്ല. കുറെ നേരമായി ഞാൻ വിളിക്കുന്നു. അപ്പോഴേക്കും ആരൊക്കെയോ പറഞ്ഞതറിഞ്ഞ് പാർവതിയും സേതുനാഥനും എല്ലാവരും മുകളിലേക്ക് വന്നു. രാമനാഥനും സുഗന്ധിയും ഹിമയും ആ കല്യാണ വീട്ടിൽ ഒത്തുകൂടിയ ഏകദേശം എല്ലാവരും. ആ സമയം എല്ലാവരും തട്ടി വിളിച്ചിട്ട് ജഗൻ എഴുന്നേൽക്കാതായതോടെ പാർവതിക്ക് എന്തെന്നില്ലാത്ത വിഷമം തോന്നി. കുറേ ദിവസങ്ങളായി ജഗനെ അതീവ ദുഃഖത്തോടെ കണ്ട നിമിഷങ്ങൾ അവർക്ക് ഓർമ്മ വന്നു. ഈശ്വര, എന്റെ മോന്! പാർവതി നെഞ്ചിൽ കൈവച്ചു പ്രാർത്ഥിച്ചു. അപ്പോഴേക്കും ആരൊക്കെയോ ചേർന്ന് റൂം തുറക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പുറത്തെ ബഹളങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ഗാഢമായ നിദ്രയിൽ നിന്ന് ജഗൻ ഉണർന്നത്. കണ്ണ് തുറക്കാൻ കഴിഞ്ഞില്ല. കുറച്ചു നേരം കൂടി അവൻ മിഴികൾ ഇറുക്കി അടച്ചു നിന്നു.
പിന്നെ പതിയെ എഴുന്നേറ്റ് ചെന്ന് വാതി തുറന്നു. വല്ലാത്ത ക്ഷീണത്തോടെ മുൻപിൽ നിൽക്കുന്ന ജഗനെ പാർവതി ഒന്ന് നോക്കി. ശേഷം അവനൊപ്പം തന്നെ അവർ റൂമിലേക്ക് കയറി. നീ പേടിപ്പിച്ച് കളഞ്ഞല്ലോ ജഗൻ. എത്ര നേരം കൊണ്ടാ ഞങ്ങൾ എല്ലാരും നിന്നെ വിളിക്കുന്നത്. നിങ്ങളെല്ലാരും കൂടി എന്താ ഈ റൂമിന്റെ ഫ്രണ്ടിൽ? പാർവതി പറയാൻ തുടങ്ങുന്ന സമയത്തായിരുന്നു യാദൃശ്ചികമായി അവരുടെ കണ്ണുകൾ അവന്റെ കട്ടിലേക്ക് നീണ്ട ബെഡിന്റെ അരികിൽ അങ്ങേ തലക്കിലേക്ക് നോക്കിക്കിടക്കുന്ന ആ പെണ്ണിലേക്ക് പാർവതിയുടെ മിഴികൾ നീണ്ടു. ജഗൻ, ഇതാരാ? പെട്ടെന്നുള്ള പാർവതിയുടെ ആ ചോദ്യത്തിന്മേലാണ് വാതിൽക്ക് നിന്ന ആളുകളിൽ കുറെ അധികം പേര് റൂമിലേക്ക് ഇടിച്ചു കയറിയത്. അപ്പുറം സൈഡിലേക്ക് തിരിഞ്ഞു കിടക്കുന്ന പെൺകുട്ടി അതാരാണെന്ന് ചിലർക്കെങ്കിലും നേരിയ തോതിൽ ധാരണയുണ്ടായി. പുറത്തു നിന്ന മിഥുവിനും മനസ്സിലായി ഏട്ടന്റെ റൂമിൽ കാര്യമായിട്ട് എന്തോ സംഭവിച്ചു എന്ന്. തനിക്ക് മുൻപിലായി നിന്ന ആളുകളെ വകഞ്ഞു മാറ്റി മിഥു അകത്തേക്ക് കയറി. എന്നാൽ പിന്തിരിഞ്ഞ് കിടന്നുറങ്ങുന്നത് ജാനിയാണെന്ന് മുഖം കാണാതെ തന്നെ മിഥുവിന് മനസ്സിലായി. അമ്മേ, ജാനി! പെട്ടെന്ന് മിഥു പറഞ്ഞതും പാർവതി ഒരു ഞെട്ടലോടെ മിഥുവിനെ നോക്കി. മിഥു ഓടിച്ചെന്ന് ജാനിയെ കുലുക്കി വിളിച്ചുണർത്താൻ തുടങ്ങി. ജാനി, ജാനി, എഴുന്നേക്ക്! തലയ്ക്ക് വല്ലാത്ത കനം തോന്നിയതുകൊണ്ട് തന്നെ ജാനിക്ക് കണ്ണു തുറക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മിഥു ഒരുവിധം അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചിരുത്തി. അപ്പോഴാണ് മിഥുവും ശ്രദ്ധിക്കുന്നത് കഴുത്തിന്റെ അവിടെ നിന്നും അല്പം ബലമായി താഴേക്ക് വലിച്ച് താഴ്ത്തിയ നിലയിൽ കണ്ട ജാനിയുടെ ടോപ്പ്. മിഥു ജാനിയെ മറിഞ്ഞു നിന്നുകൊണ്ട് അവളുടെ ടോപ്പ് ശരിയാക്കി കൊടുത്തു. മിഥുവിന്റെ ശ്രദ്ധ ജാനിയുടെ വെളുത്ത കഴുത്തിൽ തെളിഞ്ഞു കണ്ട ചുവന്ന അടയാളത്തിലേക്ക് നീണ്ടു. സൂക്ഷിച്ചു നോക്കിയ മിഥുവിന് മനസ്സിലായി അത് പല്ലുകൾ കൊണ്ട് സംഭവിച്ച പാടാണെന്ന്. മിഥുവിന്റെ കണ്ണുകൾ ജാനിയുടെ ഷോളിനായി അവിടെ ആകമാനം തിരിഞ്ഞു. ഒടുവിൽ അത് കണ്ടെത്താനാവാതെ മിഥു തന്റെ കഴുത്തിൽ കിടന്ന ഷോളെടുത്ത് ജാനിയുടെ കഴുത്തിലൂടെ ചുറ്റി. മിഥുവിന്റെ പ്രവൃത്തികൾ മറ്റാരും ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും പാർവതി കാണുന്നുണ്ടായിരുന്നു. അവർ അമർഷത്തോടെ ജഗനെ നോക്കി. ആഹാ, ഇത് കൊള്ളാലോ പാർവതി, ഇതൊക്കെയാണോ ഇവിടെ നടക്കുന്നത്? എന്തായാലും മാണിക്യമംഗലത്തിന്റെ അകത്തളങ്ങിനി നടക്കുന്നത് ഇപ്പോഴെങ്കിലും പുറം ലോകം അറിഞ്ഞല്ലോ. കൂടി നിന്ന ബന്ധുക്കളിൽ നിന്നും ആരോ ഒരാൾ പറഞ്ഞു തുടങ്ങി. പാർവതി ഒരു ഞെട്ടലോടെ അവർക്ക് നേരെ നോക്കി. മോനൊരു രഹസ്യക്കാരി ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് മറ്റൊരു പെണ്ണിന്റെ ജീവിതം ഇല്ലാതാക്കാൻ തുടങ്ങിയത്? ആരിൽ നിന്നൊക്കെയോ കേട്ട വാക്കുകൾ കൂരമ്പ് പോലെ പാർവതിയുടെ ചെവിയിലേക്ക് തുളച്ചു കയറി. പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ജഗൻ അപ്പോഴും ജഗൻ! പാർവതി ശബ്ദമുയർത്തി വിളിച്ചു. അമ്മേ, എനിക്കൊന്നും. അത്ര മാത്രമേ അവൻ പറഞ്ഞുള്ളൂ. പിന്നെ കേൾക്കുന്നത് പടക്കം പൊട്ടുന്ന പോലെ ഒരു ശബ്ദമാണ്. പാർവതിയുടെ കൈപ്പത്തി ജഗന്റെ മുഖത്ത് പതിഞ്ഞു. എല്ലാരും മൂക്കത്ത് വിരൽ വെച്ചു. ഇനിയിപ്പോ തല്ലിയിട്ട് കാര്യമില്ല. തല്ലേണ്ട പ്രായത്തിൽ തല്ലണായിരുന്നു. അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യുന്ന പരിപാടിയാണോ ഇത്? ഒരു പെണ്ണിനെ ആശിപ്പിച്ച് മോഹിപ്പിച്ച് അതിന് വാക്ക് കൊടുത്ത് വിവാഹപ്പന്തൽ വരെ എത്തിച്ചിട്ട് അവൻതാ മറ്റൊരുത്തിയുടെ കൂടെ അന്തി ഉറങ്ങിയിരിക്കുന്നു. അപ്പോഴാണ് ജഗനു അത് മനസ്സിലായത്. അവൻ ബെഡിലിരിക്കുന്ന ജാനിയെ നോക്കി. അവൾക്കാണെങ്കിൽ എന്താണ് ചുറ്റും നടക്കുന്നത് എന്നൊരു ബോധം ഇപ്പോഴും വന്നിട്ടില്ല. കണ്ണുകൾ അടഞ്ഞടഞ്ഞു പോകുകയാണ്. മിഥു അവളെ കയ്യിൽ പിടിച്ച് ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ജാനിയുടെ കണ്ണുകൾ തുറക്കാൻ കഴിയാതെ അവൾ ഇറുക്കിയടിച്ചു. അവൾക്ക് വല്ലാത്ത തലവേദന തോന്നി. ജഗൻ ദേഷ്യത്തോടെ അലറിക്കൊണ്ട് ജാനിക്ക് നേരെ വന്നു. എടി, നീ നീ എങ്ങനെ ഇവിടെ വന്നു? ഇതെന്റെ മുറിയല്ലേ? ബെഡിൽ ചടഞ്ഞുകൂടിയിരുന്നവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ജഗൻ. അവളുടെ കാലുകൾ നിലത്തുറയ്ക്കുന്നുണ്ടായിരുന്നില്ല. അവൾ വേച്ചു പോകാൻ തുടങ്ങിയതും മിഥുവിന്റെ കൈകൾ അവളെ താങ്ങിപ്പിടിച്ചു. ഏട്ടാ വിട്, അവൾക്ക് വയ്യം തോന്നു. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ ഇവളുമായിട്ടുള്ള കൂട്ടൊന്നും വേണ്ടെന്ന്. ഇപ്പൊ മനസ്സിലായോ കൂട്ടുകാരിയുടെ സ്വഭാവ ഗുണം? ജഗന് മിഥുവിനെ നേരെ അലറി. രണ്ടും കൂടെ ഒന്നിച്ച് സുഖിച്ചിട്ട് ഇപ്പോ ആ പെങ്കുച്ചിനെ മാത്രം കുറ്റം പറയുന്നോ? മോനെ, രണ്ട് കൈയും കൂട്ടിയിടിച്ചാൽ മാത്രമേ ശബ്ദം ഉണ്ടാവൂ. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് വീണ്ടും വീണ്ടും ശബ്ദങ്ങൾ ഉയർന്നു. ജഗൻ എന്ത് ചെയ്യണമെന്ന് നിശ്ചയമില്ലാണ്ടായി. മുമ്പിൽ കൂടി നിന്നവർ ആരും തന്നെ പിരിഞ്ഞു പോയിട്ടില്ല. എല്ലാവരും ഇനി എന്താണ് തീരുമാനം എന്നറിയുവാനുള്ള കാത്തിരിപ്പിലാണ്. ഇതിനോടകം തന്നെ ജാനിയെ കൂട്ടിക്കൊണ്ട് മിഥു അവളുടെ റൂമിലേക്ക് പോയി. ജാനിയുടെ മുഖം നന്നായി കഴുകിച്ചു. അതിനുശേഷമാണ് ജാനിക്കും എന്തൊക്കെയോ കാര്യങ്ങൾ ഓർമ്മ വന്നത്.
എന്താ ജാനി സംഭവിച്ചത്? നീയെങ്കിലും പറ സത്യങ്ങള്. നിന്നെ ഏട്ടന്റെ മുറിയിൽ നിന്ന് എനിക്കൊരിക്കലും വിശ്വസിക്കാനാവുന്നില്ല ജാനി. നിങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ലെന്ന് മറ്റാരേക്കാളും നന്നായി അറിയാവുന്ന ഒരാളാണ് ഞാന്. ആരോ നമ്മളെ ചതിച്ചിട്ടുണ്ട്. പക്ഷെ അതാരാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ മിതു? മിതു കണ്ണീരോടെ ചോദിച്ചു. ജാനിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എനിക്കറിയില്ല മിതു. ഞാൻ ഞാൻ ഇന്നലൊരു ജ്യൂസ് കുടിച്ചു. പക്ഷെ ആരാ അത് തന്നതെന്ന് എനിക്കൊട്ടും വ്യക്തമാകുന്നില്ല. നീ ഒന്നുകൂടി ഓർത്തു നോക്കിക്കേ ജാനി. ആ ജ്യൂസ് ആരാ തന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്കെല്ലാം കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇല്ല മിതു, എനിക്ക് ഓർമ്മയില്ല അതാരാണ് തന്നതെന്ന്. അതേപ്പറ്റി കൂടുതൽ ഓർക്കും തോറും ജാനിക്ക് തലവേദനിക്കാൻ തുടങ്ങി. അവളുടെ നെറ്റി ചൊളിഞ്ഞു. അത് കണ്ടതും മിതു അവളെ ആശ്വസിപ്പിച്ചു. നീ ഒന്ന് റിലാക്സ് ആവ്. ജാനിയുടെ കണ്ണുകൾ അടഞ്ഞുപോയി. അല്പനേരം മിതുവിന്റെ ബെഡിൽ കിടന്ന് അവൾ ഉറങ്ങി. അവളെ ശല്യപ്പെടുത്താൻ നിന്നില്ല മിതു. ആരൊക്കെയോ മിതുവിന്റെ റൂമിന്റെ വാതിലിൽ തട്ടിയപ്പോൾ മിതു പോയി വാതിൽ തുറന്നു. മുറിക്ക് മുൻപിൽ ദേഷ്യത്തോടെ നിൽക്കുകയാണ് പാർവതി. മിതു, നീ ചെന്ന് ആ കുട്ടിയെ വിളിച്ചിട്ട് വാ. എന്നിട്ട് എന്താ നടന്നതെന്ന് ചോദിക്ക്. അവൾ എന്തിനാ എന്റെ മകന്റെ മുറിയിൽ പോയി കിടന്നതെന്ന് നീ ചോദിക്കവളോട്. അമ്മേ, അമ്മ എന്തൊക്കെയാ പറയുന്നത്? അവൾ പോയി ഏട്ടന്റെ മുറിയിൽ കിടക്കാനോ? അമ്മേ, അവൾ അങ്ങനെ ഒരു പെണ്ണല്ല. പിന്നെ എന്റെ മകൻ നിർബന്ധിച്ച് അവളെ കൂടെ കിടത്തിയതാണോടി? അങ്ങനെയാണോ നീ പറഞ്ഞു വരുന്നത്? പാർവതിയുടെ വായിൽ നിന്നും കേട്ട വാക്കുകൾ മിഥുവിന്റെ നെറ്റി ചുളിഞ്ഞു പോയിരുന്നു. അമ്മേ, ഞാൻ അങ്ങനൊന്നും അല്ല ഉദ്ദേശിച്ചത്. അവരെ രണ്ടുപേരെയും ആരോ ചതിക്കാൻ ശ്രമിച്ചതാണ്. ആര് ചതിക്കാൻ ശ്രമിച്ചു എന്നാണ് നീ പറയുന്നത്? ചതിക്കാനാണെങ്കിൽ തന്നെ ആ കുട്ടിയോട് ഇവിടെയുള്ള ആർക്കും യാതൊരു തരത്തിലുള്ള വൈരാഗ്യവുമില്ല. നീ അവളെ വിളിക്ക്. അവൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഞാൻ അവളെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. ഈശ്വര, ഇതൊക്കെ നയോമിമോൾ അറിഞ്ഞാൽ എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. അതിനിടയ്ക്ക് തന്നെ പാർവതി നയോമിയെപ്പറ്റിയും പറയുന്നുണ്ട്. ജഗനാണെങ്കിൽ റൂമില് തലയ്ക്ക് കയ്യും കൊടുത്തിരിക്കുകയാണ്. റൂമിൽ വന്ന് കയറിയതൊക്കെ അവന് ഓർമ്മയുണ്ട്. പക്ഷെ അപ്പോഴൊന്നും തൊട്ടടുത്ത് ജാൻവി കിടന്ന കാര്യം അവൻ ഓർമ്മയിലുണ്ടായിരുന്നില്ല. അവളെ ആ സമയം റൂമിൽ കണ്ടിരുന്നെങ്കിൽ ഉറപ്പായും അപ്പോൾ തന്നെ അവളെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി വിട്ടേനെ. എങ്കിലും അവൾ എന്തിനാണ് തന്റെ മുറിയിൽ, അതും തന്റെ ബെഡിൽ വന്ന് കിടന്നത്? ഇനി മുൻപ് മെഡിക്കൽ കോളേജിൽ വെച്ച് താൻ അവളെ അങ്ങനെയൊക്കെ പറഞ്ഞതിന്റെ പ്രതികാരം ചെയ്യാൻ വേണ്ടി ആയിരിക്കുമോ അവൾ വന്നത്? ഒരേ സമയം അവന്റെ മനസ്സ് അതാണെന്നും അല്ലെന്നും ബാധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഉത്തരം കിട്ടാതെ തലയ്ക്ക് കൈകൊടുത്തിരുന്നുപോയി ജഗൻ. ഒടുക്കം പാർവതിയുടെ നിർബന്ധം സഹിക്കവയ്യാതെ മിതു ചെന്ന് ജാനിയെ തട്ടി വിളിച്ചു. ഉറക്കച്ചെലവോടെ അവൾ എഴുന്നേറ്റിരുന്നു. ജാനിയുടെ കഴുത്തിൽ നിന്നും ഷോൾ ഊർന്നു പോയതിനാൽ തന്നെ പാർവതിയുടെ മിഴികൾ അവളുടെ കഴുത്തിലേക്ക് പതിഞ്ഞു. ചുവന്ന ആ അടയാളത്തിലേക്ക് അവർ സൂക്ഷിച്ചു നോക്കി. ഏട്ടൻ, കാര്യം മനസ്സിലായതുപോലെ മിതു പറയാൻ തുടങ്ങി. പാർവതി വിശ്വസിക്കാൻ കഴിയാത്ത പോലെ വാ പൊത്തി. അവരുടെ കണ്ണുകൾ പെയ്തു തുടങ്ങി. ജാനിക്ക് പെട്ടെന്ന് ഒരു മിന്നൽ പിണർ പോലെ ഇന്നലത്തെ കാര്യങ്ങൾ എന്തൊക്കെയോ ഓർമ്മയിലേക്ക് തെളിഞ്ഞതും ഒരു അലറിക്കരച്ചിലോടെ മിതുവിന്റെ തോളിലേക്ക് ജാനി മുഖം പൂഴ്ത്തിക്കളഞ്ഞു. ജാനി, കരയില്ലേ മോളെ? നിങ്ങളെ ആരോ ചീറ്റ് ചെയ്തതാ, എനിക്കറിയാം. ആരും വിശ്വസിച്ചില്ലെങ്കിലും നിന്നെ ഞാൻ വിശ്വസിക്കും. മിതു ജാനിയെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇത്രയുമൊക്കെ കാണിച്ചു കൂട്ടിയിട്ടും നീ വീണ്ടും ഇവളെ ന്യായീകരിക്കാൻ ശ്രമിക്കുവാണോ മിതു? ബലമായി ജാനിയെ മിതുവിന്റെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് പാർവതി ചോദിച്ചു. ആന്റി, ഞാനൊന്നും ചെയ്തിട്ടില്ല. എനിക്കൊന്നും അറിയില്ല. പിന്നെ നീ എങ്ങനെ എന്റെ മകന്റെ റൂമിൽ വന്നു ഇന്നലെ രാത്രിയില്? അതും ഇന്ന് അവന്റെ കല്യാണം നടക്കാനിരിക്കെ. സത്യം പറ, നീ എങ്ങനെയാ റൂമിലെത്തി? ആന്റി, ഞാൻ ഇന്നലെ മുകളിലേക്ക് കയറി വരുന്ന സമയത്ത് ആരോ എനിക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് തന്നു. അത് കുടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും എനിക്ക് തലകറക്കം പോലെ തോന്നി. അവർ എന്നെ റൂമിലാക്കി. ശേഷം അവർ, പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ആന്റി. എന്തൊക്കെയോ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. പരാജയപ്പെട്ടതുപോലെ ജാനി പറഞ്ഞു. എന്തൊക്കെയോ ചതി നടന്നിട്ടുണ്ടെന്ന് പാർവതിക്കും മനസ്സിലായി. കാരണം ജഗന്റെ സംസാരവും അതേപോലെ തന്നെയായിരുന്നു.
അവനും കൃത്യമായി ഒന്നും ഓർമ്മയില്ല. ഒരു പ്രാവശ്യം മാത്രമേ കണ്ടിട്ടുള്ളെങ്കിൽ പോലും ജാൻവിയെ പാർവതിക്കറിയാം. ആ കുട്ടിയുടെ സ്വഭാവമൊക്കെ അവർക്ക് നല്ലോണം മനസ്സിലായതുമാണ്. അവളുടെ ഭാഗത്തു നിന്നും ഒരിക്കലും ഇങ്ങനെയൊരു മോശം പ്രവൃത്തി ഉണ്ടാകുമെന്ന് പാർവതി സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. മോളെ, നിന്നെ എനിക്ക് മനസ്സിലാകും. ഒരുപക്ഷേ നിന്നെയും മറ്റാരെങ്കിലും ഇതിൽ കരുവാക്കിയതായിരിക്കും. പക്ഷേ എൻ്റെ മകന്റെ ജീവിതമാണ് നഷ്ടപ്പെട്ടത്. പാർവതി കണ്ണീരോടെ പറഞ്ഞപ്പോൾ അവരെ നോക്കി നിസ്സഹായായി ഇരുന്നു പോയി ജാൻവി. ഏത് നേരത്താണോ കല്യാണത്തിന് വരാൻ തോന്നിയത്? വരണ്ടായിരുന്നു. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. ജാൻവി നിരാശയോടെ ഓർത്തു. ജഗൻ ദേഷ്യത്തോടെ ഓടി മിഥുവിന്റെ മുറിയിലേക്ക് കയറി വന്നു. കട്ടിലിൽ തലകുനിച്ചിരിക്കുന്ന ജാനിയെ കണ്ടത് അവൻ ചീറിക്കൊണ്ട് അവൾക്കടുത്തേക്ക് വന്നു. പ്രതികാരം വീട്ടാൻ വേണ്ടി വന്നതാണല്ലേടി? അവന്റെ ആ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലാകാത്തതുപോലെ ജാനി അവനെ നോക്കി. എഴുന്നേറ്റ് നിന്നപ്പോഴേക്കും അവന്റെ കൈകള് അവളുടെ കഴുത്തിലേക്ക് അമർന്നിരുന്നു. കണ്ടത് വിശ്വസിക്കാനാവാത്ത പോലെ മിഥു കണ്ണു തുറച്ചു നിന്നപ്പോഴേക്കും പാർവതി പെട്ടെന്ന് ചെന്ന് അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. പക്ഷെ ജഗന്റെ പിടി അവരെ കൊണ്ടൊന്നും മാറ്റാൻ പറ്റുന്നതായിരുന്നില്ല. പാർവതി ഉച്ചത്തിൽ ബഹളം വെച്ചു. പുറത്തു നിന്നവരിൽ നിന്ന് ആരൊക്കെയോ അകത്തേക്ക് ഓടിക്കയറി. ജാനിയുടെ കണ്ണുകൾ തുറച്ചു വന്നു. തുടരും.